കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 13 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്കലയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളെ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റത്തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഈ നല്ല വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ എൻ്റെ സ്വർഗീയ പിതാ, അങ്ങയുടെ പൊന്നോമന കരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്ന മക്കൾ പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും ജീവിക്കുവാനാണല്ലോ കർത്താവെ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത്. എപ്പോൾ സ്നേഹമുള്ളവരായിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുവാൻ ഒക്കെയാണല്ലോ കർത്താവെ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ദൈവമേ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിന് അവകാശികളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തരാക്കണമേ. കർത്താവെ, ഈ സെപ്റ്റംബർ 14 കർത്താവെ, ഞങ്ങൾക്കിന്ന് ദാനമായി അങ്ങ് ഈ ദിവസം നൽകിയപ്പോൾ ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവെ അങ്ങയുടെ പൊന്നോമന കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ അയോഗ്യരാണ് കർത്താവെ, എങ്കിലും ഞങ്ങളെ യോഗ്യരാക്കുവാൻ അങ്ങയുടെ ഒരൊറ്റ വാക്ക് മതിയപ്പച്ച. ആ ഒരു വാക്ക് ഞങ്ങളുടെ മേൽ അയക്കണമേ കർത്താവെ. ഒരു സ്പർശനം ഞങ്ങളുടെ മേൽ അയക്കണമേ കർത്താവെ. രാജാതിരാജനെ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. സ്വർഗവും സ്വർഗവും തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹം ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ കരുണ കർത്താവെ ഈ ദൈവജനത്തോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം ഈ വചനം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ് കർത്താവെ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അപ്പാ പിതാവേ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണല്ലോ. ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സകല ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കൃപയിൽ പൊതിയണമേ. ഈ വചനം ഓരോ വ്യക്തികളും മനസ്സിലാക്കാനുള്ള കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ മേലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.